റംദാൻ കരീം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ ഒരു ഡ്രൈ ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് ആണ് കാണിക്കുന്നത്. ഇത് ഒരുപാട് പ്രോട്ടീനും കാൽഷ്യവും എല്ലാം അടങ്ങിയിട്ടുണ്ട്. കാരണം ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിനകത്ത് പ്രോട്ടീൻസും പിന്നെ ന്യൂട്രീഷ്യസ് വാല്യൂ ഒരുപാടുള്ളതാണ്. പിന്നെ പാല്, കാൽഷ്യം ഉണ്ടാവും. സ്കൂളിൽ രാവിലെ പോകുമ്പം അല്ലെങ്കിൽ ഓഫീസിൽ രാവിലെ ഇപ്പം പോകുന്നവരാണെങ്കിൽ ചിലവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോകുന്നവരുണ്ട്. അപ്പം അവർക്ക് ഇതൊരു ഗ്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ വയറ് ഫുള്ളായിട്ട് ഇരിക്കുകയും ചെയ്യും. എന്നാൽ അവർക്ക് ആവശ്യത്തിന് പ്രോട്ടീനും കാൽഷ്യവും എല്ലാം കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്കും ചില ദിവസങ്ങളിൽ ഒരു മടിയില്ലേ അടുക്കളയിൽ കയറാനായിട്ട്. അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു നേരത്തെ മീലായിട്ട് തന്നെ ഇത് കുടിക്കാൻ പറ്റും. അപ്പം എല്ലാവർക്കും ഇത് കൊടുക്കുകയും ചെയ്യാം. നമുക്കും ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പണിയും എളുപ്പമാവും, എന്നാൽ എല്ലാവരുടെയും വയറും ഫുള്ളാവും. ഇനിയും നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് കാണുന്നതിന് മുമ്പ് എല്ലാവരോടുമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഇപ്പം നിങ്ങൾ എൻ്റെ കറി ആൻഡ് സ്പൈസസ് രഞ്ജൂസോൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു സബ്സ്ക്രൈബ് ഒരു ഐക്കൺ കാണും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ അപ്പം സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ തന്നെ ഒരു ലൈക്കും കൂടെ നമ്മുടെ വീഡിയോ കാണുമ്പം താഴെ ഒരു ബട്ടൺ ഉണ്ടാവില്ലേ, അപ്പം ആ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒരു ലൈക്കും കൂടെ അടിക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പം നമ്മുടെ മിൽക്ക് ഷേക്ക് ഒന്ന് കാണാം. ഫസ്റ്റ് മിൽക്ക് ഷേക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്ന് പറയാം. പിസ്ത 1 ടേബിൾ സ്പൂൺ, മാക്സിമം 2 ടേബിൾ സ്പൂൺ വരെ എടുക്കാം. പിന്നെ ആൽമണ്ട്, നമ്മുടെ ബദാം ഒരു 10 എണ്ണം, പിന്നെ കാഷ്നട്ട് അതേപോലെ തന്നെ 10 എണ്ണം, പിന്നെ റേസിൻസ് 1 ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത്. ഇപ്പം റേസിൻസ് എടുക്കാം. അതേപോലെ തന്നെ ഫിഗ്, ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഫിഗ് ഉണ്ടെങ്കിൽ ഫിഗ് ഒരു 2-3 എണ്ണം എടുക്കാം. അപ്പം എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ റേസിൻസ് എടുത്തു. അപ്പോൾ റേസിൻസും അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് ഫിഗും കൂടെ ഇടാം. അപ്പം ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ 1 മണിക്കൂർ ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് എന്നിട്ട് ഈ ആൽമണ്ടിൻ്റെ നമ്മുടെ ബദാമിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുത്തതാണ്. അപ്പം ടൈം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ്സ് മുമ്പ്, ഉണ്ടാക്കുന്നതിന് ഒരു 15 മിനിറ്റ്സ് മുമ്പ് നല്ല ചൂട് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തിട്ടാൽ മതി. എന്നിട്ട് ഇതെല്ലാം ഒന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റാം. അങ്ങനെ ഇപ്പം സ്ട്രെയിൻ ചെയ്ത് എടുത്തതാണ് ഇത്. പിന്നെ ഡേറ്റ്സ് ഒരു 3-4 എണ്ണം എടുത്തിട്ടുണ്ട്. അത് സൈസ് അനുസരിച്ചിട്ട് എടുക്കുക. ഇതെൻ്റെ ഒരു മീഡിയം സൈസിൻ്റെ ആയിരുന്നു. അതേപോലെ ഡേറ്റ്സ് നല്ല സോഫ്റ്റ് ഡേറ്റ്സ് ആണെങ്കിൽ വെള്ളത്തിലൊന്നും സോക്ക് ചെയ്യേണ്ട. അതല്ല കുറച്ച് ഹാർഡായിട്ടുള്ളതാണെങ്കിൽ ഒരു 10 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. പിന്നെ ഏലക്കാപ്പൊടി 1/4 ടീസ്പൂൺ, പിന്നെ പാല് 2 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. 250 ml ഗ്ലാസിൻ്റെ 2 ഗ്ലാസ്സാണ്. പാല് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം തണുത്ത മിൽക്ക് ഷേക്കാണ് വേണ്ടതെങ്കിൽ തണുത്ത പാലെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചെറു ചൂട് പാല് വേണമെങ്കിൽ ഇതിന് യൂസ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് അടിക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇനി ആദ്യം ഇത് പകുതി പാലൊഴിച്ച് നമുക്കൊന്ന് നന്നായിട്ട് ഇതൊന്ന് സ്മൂത്ത് പേസ്റ്റായിട്ട് അടിച്ചെടുക്കണം. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ഈ മിൽക്ക് ഷേക്കിന് സ്വീറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അത് ഭയങ്കര സ്വീറ്റ് അല്ല. കാരണം നമ്മളതിനകത്ത് പഞ്ചസാര ഒന്നും ഇടുന്നില്ല. ചെറിയൊരു ആ ഡേറ്റ്സിൻ്റെയും കിസ്മിസിൻ്റെയും ഒക്കെ ഒരു ചെറിയൊരു സ്വീറ്റ്നെസ് മാത്രമേ ഉള്ളൂ. അഥവാ നിങ്ങൾക്ക് കുറച്ചുകൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഹണി ചേർക്കാം. അതല്ലെങ്കിൽ പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം. കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി. ഇനിയും ഇതൊരു ഗ്ലാസ്സിലേക്കൊക്കെ ഒന്ന് ഒഴിക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുക. ഇപ്പോൾ കുറച്ച് ഏലക്ക പൊടിച്ചതൊന്ന് മുകളിലേക്ക് ഇടുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇപ്പോൾ പിസ്ത വേണമെങ്കിൽ പൊടിച്ചത് ഇടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. കുറച്ച് കാഷ്നട്ട്. നമ്മളുടെ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി. ഇത്
എല്ലാ പ്രായക്കാർക്കും കുടിക്കാൻ പറ്റും. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടിയുള്ള പിള്ളേരാണെങ്കിൽ അവർ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഇതൊരു ഗ്ലാസ് ഈ ഒരു മിൽക്ക് ഷേക്ക് കുടിച്ചു കഴിഞ്ഞാൽ അവരുടെ വയറ് നല്ല ഫുള്ളായിട്ടിരിക്കുകയും ചെയ്യും. പ്രോട്ടീനും അയണും എല്ലാം ഇതിലൂടെ തന്നെ അവർക്ക് കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ ഇപ്പം നമുക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരു നേരം ഈ മിൽക്ക് ഷേക്ക് ഒന്ന് കുടിച്ചു കഴിഞ്ഞാൽ ഹെവി ആയിട്ട് തന്നെ ഇരിക്കും. ഇപ്പം കുക്ക് ചെയ്യാൻ മടിയുള്ളൊരു ദിവസം ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും അതല്ല ഡിന്നറിനാണെങ്കിലും എല്ലാം നമുക്ക് ഇതൊരു ഗ്ലാസ് ഒന്ന് കുടിച്ചാൽ മതി. നമ്മുടെ വയറും ഫുള്ളാവും, എന്നാൽ ഹെൽത്തിയാണ്. അപ്പോൾ ഈ മിൽക്ക് ഷേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യില്ലേ? എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.